ഇങ്ങനത്തെ ഒരു ഫാന്റസി എലമെന്റ്, ഫാന്റസി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയാൻ, പക്ഷെ ഇങ്ങനെ ഒരു അങ്ങങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നു, ആ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ബാലർമക്കഥ പോലുള്ള വളരെ നേരത്തെ ഒരു കഥാലൈനാണ്. ഇങ്ങനെ ഒരു കഥാലൈൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നടക്കുന്നതാണോ, ഇത് വർക്ക്ഔട്ട് ആവും, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു, ശരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പൊ അവർക്ക് ഇപ്പൊ എനിക്ക് കഥ കേട്ടപ്പോഴും എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തോന്നിയില്ല. കാരണം പ്രത്യേകിച്ച് ഇത് മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പം കുഞ്ഞിരാമായണം എടുത്തു കഴിഞ്ഞാൽ സൽസാഷാവും സൽസമുക്ക് അങ്ങനത്തെ ഒരു സംഭവം വരുന്നത് വെച്ചാൽ അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്കതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു ഡൗട്ടൊന്നും ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നിയിട്ടില്ല, അവർക്കും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല, ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ചില ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ആയിരുന്നില്ല വേണ്ടതെന്ന് തോന്നുന്ന ഒരു ടൈം ചിലപ്പോൾ നമുക്ക് വരും. അപ്പോൾ അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. അങ്ങനത്തെ സമയമൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ ഒരു കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ വേറെ മറ്റെന്തൊക്കെ എൻ്റെ ആ ഒരു തീരുമാനം കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വേറെ രീതിയിൽ സംഭവിച്ചേനെ, അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റൂ, പക്ഷേ അത് മാറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ഒരു ശുഭപ്രതീക്ഷ മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഞാൻ തെലുങ്കിൽ പോയി ഒരു പടം ചെയ്തത്, ഞാൻ കുറച്ച് മുമ്പേ മെൻഷൻ ചെയ്ത പോലെ അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ തെലുങ്കിൽ പോയി പടം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അന്നേരം എന്താണെന്ന് നമുക്ക് സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് അറിയില്ല. അത് ചില ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെയാണ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്തിരിക്കുന്നത്, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ലൈഫിൽ നമ്മുടെ മുമ്പിൽ വരുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് എനിക്ക് അതോടെയാണ് അത് മനസ്സിലായത്. അങ്ങനത്തെ കാരണം ഞാൻ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അത് കുറേ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരു ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിലും വലുതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കാം എന്ന് നമ്മുടെ തോട്ട് മാത്രമാണ്, അല്ലാണ്ട് സംഭവിക്കാം, അതിനേക്കാൾ വേഴ്സ്റ്റും ആവാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങളെ നമ്മളത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതിനേക്കാൾ അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഈ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞു കഴിയുമ്പം അതൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്പിരിച്വൽ ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിലോട്ടൊക്കെ താല്പര്യം തോന്നിയിരുന്നു. എൻ്റെ ചില ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ വല്യച്ഛൻ സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ഇച്ചിരി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ള ആത്മീയതയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനായാലും അദ്ദേഹത്തിനോട് നമ്മൾ മുമ്പേ ചില ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, നമ്മുടെ ചില തോട്ട്സ്, അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. സ്പിരിച്വാലിറ്റി എന്താണ്, അപ്പോൾ അതിലേക്ക് എന്തിനാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ളിൽ കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഭയങ്കരമായി റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഭയങ്കരമായി നമ്മുടെ ആഗ്രഹം പോകുമ്പോൾ അതിന് വേണ്ട ആളുകളെ നമുക്ക് മുമ്പിൽ കൊണ്ടുതരുന്ന പോലെ അതിന് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തൊക്കെയോ നമുക്ക് നേടാനുണ്ട് കുറച്ച് കാര്യങ്ങൾ, അത് നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അടുത്ത ദിവസവും ഒക്കെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നത്. നമ്മൾ ആ തോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതെല്ലാം നമ്മൾ നേടിയെന്നിരിക്കട്ടെ, എക്സൈറ്റ്മെന്റ് ഇല്ല, പിന്നെ അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു അടുത്ത നാളെ എന്താണെന്ന് അറിയാത്തത് കൊണ്ടും നാളെ എന്തൊക്കെയോ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള തോന്നലുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇതാണ്, ഈ സ്പിരിച്വൽ ഗുരു അല്ല അദ്ദേഹവും എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരുവാണ്. അദ്ദേഹം എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു ഗുരു തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യം, ആദ്യമായിട്ടേ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കുന്ന ഹൈറ്റിൽ എത്തിയെന്ന് വെക്കുക, നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈറ്റിൽ എത്തി എന്ന് വിചാരിക്കുക, ഇത് കഴിഞ്ഞെന്താണ്? ഇപ്പോൾ എനിക്ക് കുറേ പണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ കുറേ പണം സമ്പാദിച്ചു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇത്ര കോടി രൂപയാണ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്ര കിട്ടി, ഇതിന് ശേഷം എന്താണ്, ഈ ശേഷം എന്താണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കുറേ ഗുരുക്കന്മാരെ പരിചയപ്പെടാനും അവരുടെ സ്പിരിച്വൽ തോട്ട്സിൽ അല്ലെങ്കിൽ എനിക്കുള്ള ഉത്തരങ്ങൾ കിട്ടി. അങ്ങനെയാണ് ഞാനിങ്ങനെ ആ സ്പിരിച്വൽ ഗുരു എന്ന് മെൻഷൻ ചെയ്യാൻ കാര്യം അതാണ്. അതാരാണെന്ന് പറയാൻ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിനെ എങ്ങനെയാണ് സ്പിരിച്വൽ ഗുരു ആക്കിയത്? എന്താണ് അതിൻ്റെ എന്ത് ക്വാളിറ്റി ആയിരിക്കും? ഒരു പക്ഷേ ഒരാളെ ഇദ്ദേഹമാണ് എൻ്റെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ
വിത്തിനെയാണ് ഒരു പക്ഷേ ഞാൻ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള റീസൺ? അതായത് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ചില ഡൗട്ട്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഉത്തരം തരാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കൂടെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. പക്ഷേ ഡൗട്ടിൻ്റെ ഒരു എലമെൻറ്റ് നമ്മുടെ മനസ്സിൽ കിടക്കാതെ പിന്നീട് ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരുന്നില്ല. ഇപ്പം ഞാൻ താങ്കളോട് ഒരു ഡൗട്ട് ചോദിക്കുന്നു, ആ ഡൗട്ടിൽ താങ്കൾക്കൊരു ഉത്തരം കാണും. പക്ഷേ ഈ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് പോകുമ്പോഴും അത് പക്ഷേ അങ്ങനെ ഇങ്ങനെ 10 ചോദ്യം നമുക്ക് പിന്നെയും തോന്നരുത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആരും നമ്മുടെ ഗുരുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിൽ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരു ഗുരു മാത്രമല്ല, സ്പിരിച്വൽ ഇതിൽ മൾട്ടിപ്പിൾ എനിക്ക് ഗുരുസ് ഉണ്ട്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കാർത്തിക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ കാർത്തിക്കിൻ്റെ ഒരു ഉള്ളിൽ വരുന്ന സംശയം ചോദിക്കുന്നു. ഒരാൾ ഇപ്പം ഒരു ഗുരുവായിട്ട് കാണുന്ന, ഇപ്പം അത്രയും നോളജ് ഉള്ള ഒരു വ്യക്തി അതിന് ഉത്തരം തരുന്നു. കാർത്തിക് അത് കാർത്തിക്കിന്റെ ഉത്തരം ഓക്കെ, ഞാൻ ചോദിച്ചതിന് കൃത്യമായ ഉത്തരം കിട്ടി, ഇതാണ് ശരിയെന്ന് കാർത്തികന് മനസ്സിലാവുന്നു. അപ്പോഴും അതായിരിക്കും ശരി, അത് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. ഇതേ ചോദ്യം മറ്റൊരാളുടെ അടുത്ത് വെച്ചാൽ മറ്റൊരു വെർഷൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ ജഡ്ജ് ചെയ്യും ഇദ്ദേഹം പറഞ്ഞാണ് ശരിയായിട്ടും? ഈ നമ്മളിപ്പോൾ ഒരു കാര്യം, ഈ സ്പിരിച്വാലിറ്റിയുള്ള ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചാണ് മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സാധനയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിറ്റേഷനെ കുറിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു നമുക്കൊരു കാര്യം പറഞ്ഞു തന്ന് അത് പ്രവർത്തിച്ച് നോക്കി നമുക്കതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അത് ശരിയായ വഴിയല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, എനിക്കത് ശരിയെന്ന് തോന്നി, അതുകൊണ്ട് ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് ശരിയാണെന്ന് പറയാമല്ലോ. ഒരു ഉത്തരം തരുന്നത്, ആ ഉത്തരത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അതിനൊരു മറുപടി കറക്റ്റാണെന്ന് തോന്നിപ്പിക്കുന്ന പല ഇൻസിഡൻറ്റുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഇദ്ദേഹത്തിൻ്റെ പാത്ത് നമുക്ക് ഓക്കെയാണ് തോന്നുന്നത്. വായിക്കുന്ന ശീലമൊക്കെ ഉള്ളതാണോ? കുറവാണ്, പക്ഷെ എന്നാലും വായിക്കാറുണ്ട്. കുറവാണ്, അങ്ങനെ റെഗുലർ പുസ്തകപ്പുഴൊന്നുമല്ല. പെട്ടെന്നൊരു ബുക്കിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. എനിക്ക് വളരെ സ്വാധീനിച്ചൊരു ബുക്കാണ്. എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഞാനത് കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിന് ഒരു തവണയാണ് ഞാൻ വായിച്ചത്. പക്ഷേ പിന്നീട് അതിനകത്തിലെ പല ഏരിയാസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായാലും പിന്നെ ഒരു യോഗിയുടെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കൂടുതലും സ്പിരിച്വൽ ബുക്സാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? അങ്ങനെ കൃത്യമായൊരു ചിട്ട ഫോളോ ചെയ്യും? ഞാൻ സാധനയിൽ മാത്രമാണ് ഞാൻ ചിട്ട കൊണ്ടുവരാറുള്ളത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ഈ ഇത്തരത്തിലുള്ള കുറച്ച് സാധനമുണ്ട്, സ്പിരിച്വൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ടൈമിങ് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഇന്ന ഉള്ളിലാവണം എന്നുള്ള ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിത്വമല്ല. ബാക്കി എൻ്റെ പിന്നെ ആകെ എനിക്ക് കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര തുടങ്ങണോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ എൻ്റെ ലൈഫിൻ്റെ ചില ടൈമിങ്ങും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള അങ്ങനത്തെ ഉള്ള നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചിലർ അങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ. നമുക്ക് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യാൻ ഇത്ര, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ, അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊന്നും എനിക്ക് വളരെ വീക്കാണ്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി, ബട്ട് വീക്കാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് കൃത്യമായി എത്ര വർഷം, ഐ മീൻ നമുക്കൊരു തിരിച്ചറിവാകുന്ന കാലം തൊട്ടേ ആ ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെ താല്പര്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. ചെറുപ്പം തൊട്ടേ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ആരും പറയാതൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളും എന്താ പറയുക, എനിക്ക് ചെയ്യണമെന്നും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തോട്ടിലോട്ടൊക്കെ എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത് ആരും പ്രത്യേകിച്ച് പറഞ്ഞു തന്ന അങ്ങനെയല്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയൊക്കെ സ്വമേധയാ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാത്തിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് സ്വമേധയാ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ള തോട്ട്സ് വന്നിട്ടുണ്ട്. യാത്ര പോകാൻ ആഗ്രഹമുള്ള സ്ഥലം പറഞ്ഞാൽ അതായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പീസ്ഫുള്ളായിട്ട് പോയിരിക്കാൻ പറ്റുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോയിട്ട് വരുന്നതൊക്കെ പഴനിയൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്നത്. എനിക്ക് അവിടെ പോയി ഞാൻ പ്രതീക്ഷിച്ചു ഏതെങ്കിലും ഒരു ഹരിദ്വാർ കാശ് ആ ഒരു മൂഡായിരിക്കും പറയുന്നത്. എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് അറിയാം, നമ്മളിപ്പോൾ ഹരിദ്വാർ, കാശി, രാമേശ്വരം അങ്ങനെയൊക്കെയുള്ള ഇതായാലും നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്പേസ് അല്ല അതൊക്കെ. പക്ഷെ ഇതിപ്പോൾ നമുക്കൊരു ഡൗൺ ഇത് തോന്നിയാലും പെട്ടെന്ന് പോയി നമുക്ക് വൈകുന്നേരത്തെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. 4 മണിക്കൂർ യാത്ര, 4 മണിക്കൂർ ഇങ്ങോട്ട്. അതെ പോയിട്ട് വരാൻ പറ്റുന്നതാണ്.
പറ്റുന്ന സ്പേസ് ആണ്. ഈ ഭാവിയിൽ അപ്പം ഒരു ബുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ബുക്ക് എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഐ മീൻ ഈ ഒരു തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂ നമ്മൾ വളരും തോറും നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ വളരും, നമ്മളുടെ ചോദ്യങ്ങൾ വളരും. നമ്മൾ വലുതാവും തോറും നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പൊ അതിന് നമ്മൾ ഉത്തരം തേടി പോകും. ആ ഉത്തരം തേടി പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റു പല വാതിലുകൾ തുറന്നു തരാനുള്ള സാധ്യത, പ്രകൃതി തന്നെ നമുക്ക് തുറന്നു തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരു പക്ഷെ ഒരു ജീവിതത്തിന്റെ ഒരു സായാഹ്നത്തോടൊക്കെ അടുക്കുന്ന സമയത്തൊക്കെ ഒരു യോഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് പണ്ട് ലാലേട്ടൻ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യ സിനിമ കിട്ടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് അമ്മാവനാണെന്ന് തോന്നുന്നു, അമ്മാവന്റെ കൂടെ യാത്ര പോകാൻ വേണ്ടി ഈ ഒരു ആത്മീയതയിലേക്കുള്ള യാത്ര പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നു വിടുന്നത്. ആ ഒരു ലൈഫാണ് എന്റെ മകൻ ഇപ്പൊ പിന്തുടരുന്നത്. അദ്ദേഹം പണ്ടൊരു ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാത്ത് മാറിപ്പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ ഒരു സൈഡ് കിടക്കുന്നുണ്ട്. അപ്പം കുറച്ചങ്ങ് ചെല്ലും, നമ്മൾ കരിയറിന്റെ ഒക്കെ ഒരു പീക്ക് എത്തി, പിന്നീട് നമുക്കിനി കുറച്ച് സ്വസ്ഥമാവാന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു യാത്രകളോ അല്ലെങ്കിൽ ബുക്ക് എഴുതുക, ഈ ഒരു മേഖലയിലേക്ക് തന്നെ ജീവിതത്തിന്റെ സായാഹ്നം എത്തിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു തോട്ട് അത് കാരണം നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കാര്യവും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ഗ്രാജുവലി സംഭവിക്കേണ്ടതാണ്. അത് എപ്പോഴാണോ എന്താണോ സംഭവിക്കേണ്ടത് അത് വരേണ്ട. അല്ലെങ്കിൽ അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഈ എനിക്കിപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് ഭൗതികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് കാർത്തിക് ശങ്കർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എനിക്ക് തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ വർക്കിലൊക്കെ കൊടുക്കുന്ന പോലുള്ളൊരു കോൺഷ്യസ് ഒരു എഫേർട്ടൊന്നും ഞാൻ ഭയങ്കരമായിട്ടിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് പോയിട്ടില്ല. കാരണം അതൊക്കെ ഓർഗാനിക്കായിട്ട് സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു കരിയർ അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം സന്യാസത്തിൽ അല്ലെങ്കിൽ ഫുൾ ടൈം സ്പിരിച്വൽ പരിപാടി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവം അല്ല ഇത്. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എന്ന് പറയുന്ന പോലെ അത് സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു കോൺഷ്യസ് എഫേർട്ടൊന്നും ഇടാറില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സും ചിന്തകളും അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ അത് ആ സ്പിരിച്വൽ തോട്ട്സ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഗുരുവിനോട് അത് ചോദിച്ചിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ ഈ പ്രൊഫഷൻ റിലേറ്റഡ് നമ്മുടെ ലൈഫും അത് ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇതായിട്ട് തന്നെ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള പ്ലാനിങ്ങിലൂടെ പോകുന്നുണ്ട്. എനിക്കൊരു ആത്മീയതയുടെ സൈഡ് ഗോത്ത് ഫ്ലോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും. ഈ വന്നപ്പോ ഞാൻ ഈ കയ്യിലെ മോതിര രുദ്രാക്ഷം കണ്ടപ്പോ ഞാൻ ഓർത്ത് ഞാൻ ആ ഫസ്റ്റ് ഇങ്ങനെ രുദ്രാക്ഷം ഒരാൾ ഇടുന്നതാണ്. ഞാൻ ആ രുദ്രാക്ഷം നോക്കിയതിന് ഉത്തരം എനിക്കിപ്പോ കിട്ടി. വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു പ്രദീപിന്റെ കാര്യം എന്തിനാണ് പറയുന്നുണ്ടായിരുന്നു. എനിക്കപ്പോ പെട്ടെന്നിട്ട് കഥ പറയുമ്പോഴുള്ള ബാർബർ ബാലിനെയും അപ്പൊ ഈ ബാർബർ ബാലിന്റെ കഥ ആക്ച്വലി ശ്രീനിവാസൻ സാറിന്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അറിയോന്ന് അറിയില്ല. ശ്രീനിവാസൻ സാറിനെ എന്നെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി വിട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള, എനിക്ക് വയനാടാണെന്ന് തോന്നുന്നു, വയനാട് അവിടെ എവിടെയോ ഉള്ള ഒരു സുഹൃത്താണ് വിട്ടത്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്തിന്റെ മകന് സിനിമയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചത് ശ്രീനിവാസൻ സാറിനെയാണ്. ശ്രീനിവാസൻ സാറ് ആ തൊട്ടടുത്ത സിനിമയിൽ തന്നെ ഒരു സിനിമാറ്റോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം പയ്യനെ ജോയിൻ ചെയ്യാൻ പയ്യൻ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ശ്രീനിവാസൻ സാറ് തന്നെ സാറിനൊരു ക്യാഷ് കൊടുത്ത് വിട്ട് അദ്ദേഹത്തിന്റെ മകനെ തന്നെ തിരിച്ച് അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്ത് സാറ് തന്നെ പറഞ്ഞാണ്. എന്റെ അടുത്ത് തന്നെ സാറ് പറഞ്ഞൊരു കഥയാണ്. എനിക്ക് പെട്ടെന്ന് അതാ റിലേറ്റ് ചെയ്ത്. ഈ പ്രദീപ് ഇപ്പൊ എവിടെയുണ്ട്? ഈ ഒരു വളർച്ചയിൽ അദ്ദേഹം എന്ത് പറയുന്നു? പ്രദീപ് ഇപ്പോ നാട്ടില് അടൂരാണ്. അത് അടൂർ കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ഇപ്പം ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് വേറെയാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ലൈഫാണ്. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഈ വളർച്ചയിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം അതാ പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ പ്രൊഫഷനും വേറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം അതിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വളർന്നു വരണമെന്നും ഞാൻ വലുതായി കാണണമെന്നും അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പൈസയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട്. ആ ചുരുട്ടി പിടിച്ചു തന്ന ക്യാഷിന് അതിനൊരു വില മതിക്കാൻ പറ്റില്ല. എത്ര പേർക്ക് തോന്നും അതിപ്പം അന്ന് എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കാം. പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തെടുത്തത്. പക്ഷെ ആ മനസ്സ് പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞത് അതേ തന്നെയാണ്. അപ്പൊ അതൊരു ദൈവനിയോഗം. അത് അവനിൽ കൂടി ദൈവം പ്രവർത്തിച്ച അവനെ നമ്മളൊരു ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നും ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ലൈഫ് ലോങ് കിടക്കട്ടെ. തീർച്ചയായിട്ടും.